സംസ്ഥാനത്തിന് പുതിയ പോലീസ് മേധാവിയായിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ റവാഡ ചന്ദ്രശേഖറാണ് സംസ്ഥാനത്തിന്റെ 41ാമത് പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നത്. UPSC 3 പേരുടെ ഒരു ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് നൽകിയിരുന്നു. അതിൽ നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത ഒപ്പം റവാഡ ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും സീനിയറായ നിതിൻ അഗർവാളിനെ മറികടന്നാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് ഈ 3 പേരിൽ തമ്മിൽ ഭേദം റവാഡയാണ് എന്നായിരുന്നു. നമുക്ക് റവാഡയുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 1991 IPS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കം തലശ്ശേരിയിൽ ASP ആയിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പോൾ അവിടെ അദ്ദേഹം ഉള്ള സമയത്താണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത്. അതിൽ അദ്ദേഹത്തിനെതിരെ അതായത് വെടിവെപ്പ് നടത്താൻ നിർദ്ദേശിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സസ്പെൻഷനൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ നിയമനത്തെ ബാധിച്ചില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിലിപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് റവാഡ ചന്ദ്രശേഖർ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം അധികം വൈകാതെ തന്നെ സംസ്ഥാനത്തെത്തി പോലീസ് മേധാവിയായി ചുമതലയേൽക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അജിംസ, കേന്ദ്ര ഡെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ PM-ന്റെ ഓഫീസുമായി അവിടുത്തെ ഒരു സുരക്ഷാ ചുമതലയാണ് അദ്ദേഹത്തിന്, അടുത്ത ബന്ധമാണ് PM ഓഫീസുമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ തിരിച്ചെത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കങ്ങൾക്കോ ആശയപരമായ ഒരു ക്ലാഷിനൊക്കെ സാധ്യതയുണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ്റെയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടു ആ വിഷയത്തിൽ. അതായത് സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമോ പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമോ കാര്യത്തിലില്ല. ഉള്ളത് വേറൊരു തരത്തിലുള്ള ഒരുതരം വൈക്ലഭ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വൈക്ലഭ്യം എന്ന് പറഞ്ഞാൽ ഞാനാണ്ട് +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ആ സമയത്ത് 94 അപ്പോൾ ഇദ്ദേഹം ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയാം. അന്നൊക്കെ പത്രങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് റവാഡ ചന്ദ്രശേഖർ എന്നാണ് അടിച്ചു വരിക. ഇപ്പോഴാണ് അത് റവാഡയായത്. ഞാൻ വിചാരിച്ചത് പെണ്ണാണെന്ന് വിചാരിച്ചിരുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ പിന്നെ 2012 മറ്റോ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ഈ കേസിൽ നിന്ന്. പിന്നീട് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കാലത്ത് നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ്. ഇപ്പോഴാണ് പിന്നെ വീണ്ടും ഇത് റീഎമർജ് ചെയ്തു വരുന്നത്. ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നമുക്കറിയാം. കൂത്തുപറമ്പ് വെടിവെപ്പ് പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ സ്ഥാപിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ സ്ഥാപിക്കാൻ തുടങ്ങുന്ന ആ ഭൂമിയും ഒക്കെ ഇതൊക്കെ സർക്കാരിൻ്റേതാണ്. അപ്പോൾ അതൊരു ട്രസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റാൻ കരുണാകരനും MV രാഘവനും ശ്രമിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു DYFI MV രാഘവനെ തടയാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോകുന്നു കൂത്തുപറമ്പിൽ വെച്ച്. അപ്പോൾ ആ സമയത്തിൻ്റെ 94 വേറൊരു പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകുന്നൊരു സമയമാണ്. അത് റിയാലിറ്റിയിലേക്ക് വരുന്ന സമയമാണ്. ഒന്ന്, ഗ്ലോബലൈസേഷനൊരു അതിശക്തമായ സമരം ഇന്ത്യയിലെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇടതുപക്ഷം മാത്രമല്ല, ട്രേഡ് യൂണിയനുകളും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സേവന മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ആരോഗ്യ മേഖലയിൽ നിന്നും സർക്കാരുകൾ പിന്മാറുന്നു എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ആ സമരങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതാണ്. അപ്പോൾ സ്വാഭാവികമായും അതുവരെ സർക്കാർ മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത്. സഹകരണ മേഖലയിൽ ഒന്ന് വരുന്നു, അതിനൊരു ട്രസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റുന്നു എന്നുള്ളതിനുള്ള രാഷ്ട്രീയമായ എതിർപ്പാണ്. ആ കാലത്ത് ശരിയെന്ന് CPM വിശ്വസിക്കുന്ന ഒരു കോസിന് വേണ്ടിയുള്ള എതിർപ്പാണ് അത്. പക്ഷേ MV രാഘവനെ കൊല്ലാൻ ശ്രമിച്ചു ഈ DYFIക്കാർ അല്ലെങ്കിൽ ജനക്കൂട്ടം എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്. ആ വെടിവെപ്പിൻ്റെ തെറ്റും ശരിയൊക്കെ പിന്നീട് ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആൾക്കൂട്ടം മന്ത്രിയെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണോ? കാരണം MV രാഘവനെ സംബന്ധിച്ച് MV രാഘവൻ അന്ന് CPM വിട്ട് പുറത്തു വന്ന് UDF-നോടൊപ്പം ചേർന്നാണ് മന്ത്രിയാവുന്നത്. അപ്പോൾ MV രാഘവൻ ആ കാലത്ത് കണ്ണൂരിൽ CPM-നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ശത്രുവാണ്. കണ്ണൂരിൽ CPM-ന്റെ രാഷ്ട്രീയ ശത്രു എന്ന് പറഞ്ഞാൽ അയാൾ ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയർന്നത്. അങ്ങനെയാണ് അതിനെ വെടിവെപ്പ് ആയിരിക്കും. ഇന്ന് പ്രതിപക്ഷ അത് VD സതീശനോട് പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ MV രാഘവനെ കൊന്നേനെ എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ആ വെടിവെപ്പുണ്ടായി. വെടിവെപ്പിൽ 5 DYFIക്കാർ മരിച്ചു. പുഷ്പൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം ശയ്യാവലംബിയായി. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിച്ചത്. മറ്റു ചിലർക്കും പരിക്കേറ്റിരുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ തൊട്ടുടനെ വന്ന EK നായനാർ സർക്കാർ ഒരു കമ്മീഷനെ വെച്ചു അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 97-ൽ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെ പോലീസുകാർക്കെതിരെ ഹക്കീം ബത്തേരി എന്ന DYSP, അവിടുത്തെ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന മറ്റൊരു ആൻ്റണി എന്ന് പറയുന്ന ഒരാൾ, അങ്ങനെ കുറേ അധികം, പിന്നെ പോലീസുകാർ, വെടിവെച്ച പോലീസുകാർ, ഇവർക്കൊക്കെ എതിരെ കേസെടുത്തു. ആ കേസാണ് പിന്നീട് ഈ റവാഡ ഉൾപ്പെടെയുള്ളവർ വിട്ടയച്ചത് 2012-ൽ. അപ്പോൾ ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, CMP നേതാവായ MV രാഘവൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് CPM-ന് സ്വീകാര്യനാവുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ളവ CPM നടത്തുകയും അദ്ദേഹത്തിൻ്റെ മകനായ MV നികേഷ് കുമാർ ഇപ്പോഴത്തെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാവുകയും ചെയ്യുന്ന ഒരു മാറ്റം ഉണ്ടായി. അതായത് MV രാഘവനോട് അന്നുണ്ടായിരുന്ന എതിർപ്പ് പിന്നീട് CPM-ൽ ഇല്ലാതായി. പിന്നെ റവാഡയോട് എന്തിനാണ് എതിർപ്പ്? അങ്ങനെ ഉണ്ടല്ലോ. അതിലൊരു പ്രശ്നം അതാണ്. ഒരു തരം കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണത്. ഒന്ന്, തങ്ങളുടെ 5 രക്തസാക്ഷികൾ അവിടെ
മറുവശത്ത് എം വി രാഘവൻ. ഇപ്പോൾ എം വി രാഘവനെ സ്വീകരിക്കണോ രക്തസാക്ഷികളെ പുൽകണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും CPM വേണം. രക്തസാക്ഷികളും വേണം, എം വി രാഘവനും വേണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പാലമായി നിന്നയാളാണ് റവാഡ. വെടിവെക്കാൻ ഉത്തരവിട്ടുവെന്ന് അന്ന് CPM ആരോപിക്കുന്ന ആളാണ് റവാഡ ചന്ദ്രശേഖർ. അപ്പോൾ ഈ എം വി രാഘവനോടില്ലാത്ത ഒരു വിയോജിപ്പ് റവാഡയോട് എന്തിനാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. മന്ത്രിക്ക് വേണ്ടിയാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത് റവാഡയാണ്. അപ്പോൾ പിന്നെ റവാഡയോട് അങ്ങനെ ഒരു എതിർപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ലിസ്റ്റിൽ 3 പേരുണ്ടായിരുന്നു. നിതിൻ അഗർവാൾ, അതായത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മോസ്റ്റ് സീനിയർ IPS ഓഫീസറാണ് നിതിൻ അഗർവാൾ. മറ്റൊന്ന് റവാഡ ചന്ദ്രശേഖർ, മറ്റൊരാൾ യോഗേഷ് ഗുപ്ത. യോഗേഷ് ഗുപ്ത എന്തായാലും സർക്കാർ സ്വീകരിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. കാരണം യോഗേഷ് ഗുപ്ത 2 വിവാദമായ നടപടികൾ സ്വീകരിച്ചു. സർക്കാരിന് ഇഷ്ടമല്ലാതെ ഒന്ന് CPM നേതാവായ PP ദിവ്യയുടെ സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ശുപാർശ സർക്കാരിന് നൽകി. ഒരു കാരണവശാലും സർക്കാരിന് അത് ഇഷ്ടപ്പെടില്ല. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുള്ള അന്വേഷണ രേഖകൾ CBIക്ക് കൈമാറി എന്നുള്ള മറ്റൊരു ഗുരുതരമായ ആരോപണം. അപ്പോൾ അങ്ങനെ ഈ 2 ആരോപണം ഉള്ളപ്പോൾ യോഗേഷ് ഗുപ്ത തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഉണ്ടാവില്ല, അദ്ദേഹം ഉണ്ടാവില്ല. പിന്നെയുള്ള റവാഡയും നിതിൻ അഗർവാളുമാണ്. നിതിൻ അഗർവാളിനെ സംബന്ധിച്ച് അദ്ദേഹം BSFലായിരുന്നു, BSFിൻ്റെ ഡയറക്ടർ ജനറലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അവിടെ നിന്ന് ഫയർ ചെയ്തു. ഫയർ ചെയ്യാനുള്ള കാരണം കശ്മീരിൽ നിരന്തരം തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് കേന്ദ്രം അദ്ദേഹത്തെ പറഞ്ഞുകൊടുക്കുന്നത്. അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത് ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, കേരളത്തിലേക്ക് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു പോയതാണ്. അദ്ദേഹം വരുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയാവുന്നത്. അതായത് അന്നും അദ്ദേഹം സീനിയറാണ്, അദ്ദേഹം വരുന്നില്ല എന്നുള്ളതാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആവുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് റവാഡ എന്നൊരൊറ്റ പേരിലേക്ക് എത്തുന്നത്. റവാഡയെക്കുറിച്ചുള്ള ആകെയുള്ളൊരു പ്രശ്നം ഇതാണ്, കൂത്തുപറമ്പ് വെടിവെപ്പാണ്. അപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ എം വി രാഘവനോടും CPMന് പകയില്ല എങ്കിൽ പിന്നെ റവാഡ ചന്ദ്രശേഖരനോട് എന്തിനു പക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഈ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെയായിരുന്നു ആ കൂത്തുപറമ്പിൽ മന്ത്രിയെ തടഞ്ഞത്. പിന്നീട് പാർട്ടിയും LDFും എല്ലാം തന്നെ ആ നയത്തിൽ നിന്ന് പിന്നോട്ട് പോയി. ഇപ്പോൾ എന്താണ് ഏറ്റവും അവസാനത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിൽ ഉള്ളതെന്താണ്? വിദേശ സർവകലാശാലകൾ വരെ കേരളത്തിലേക്ക് അനയിക്കുന്നു, സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അന്ന് ചെയ്ത് തെറ്റാണോ ഇനി ചെയ്ത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ വിമർശിക്കാം. ആ വിമർശനം ഇതിനു മുമ്പ് ഈ പ്രഖ്യാപനം നടന്നപ്പോൾ ഉണ്ടായിരുന്നു. ചില ശരിയും തെറ്റും അങ്ങനെയാണ്, ചില സമയങ്ങളിൽ ചിലത് ശരിയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ് CPM എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ ആ ആക്ഷേപത്തെ ബൈ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില എതിർപ്പുകൾ ചില സമയങ്ങളിൽ ശരിയാണ്, ആ ശരികൾ പിന്നീട് മാറാനുള്ളതാണ് കാലം മാറുമ്പോൾ എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ P ജയരാജൻ്റെ പ്രതികരണത്തിൽ ചില ഒളിയമ്പകളുണ്ട്. കാരണം റവാഡ ചന്ദ്രശേഖരനെ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളിൽ കുറ്റവിമുക്തനാക്കുന്നില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് അതിൽ ഒരുതരം ആശയക്കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ പേര് നിർദ്ദേശിച്ചതെന്നാണ്, മന്ത്രിസഭാ യോഗത്തിൽ നിർദ്ദേശിച്ചതെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കും അതിൽ കാര്യമായ എതിർപ്പുണ്ടാവേണ്ട കാര്യവുമില്ല ഈ ഘട്ടത്തിൽ. യെസ്, നൗഫൽ, ഇവിടെ സർക്കാരിൻ്റെ ഒരു പ്രിയപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ റവാഡയ്ക്ക് തുടരാൻ കഴിയുമെന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് ഈ നിയമനത്തിൽ നോക്കിക്കാണുന്നത്? സർക്കാർ പ്രതീക്ഷിച്ച ഒരാളല്ല അവർക്ക് വെക്കേണ്ടി വന്നത്. അവർ പ്രതീക്ഷിച്ചത് MR അജിത് കുമാറും മനോജ് അബ്രഹാമും ഒക്കെ ആയിരുന്നു. പക്ഷേ അവരൊന്നും ഈ ലിസ്റ്റിൽ വരാൻ കഴിയാത്തത് കൊണ്ട് അവസാനം ഇദ്ദേഹത്തിൽ നിൽക്കേണ്ടി വന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സർക്കാരിന് അദ്ദേഹത്തിനോട് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ പറയുന്ന ഒറ്റ കാര്യം ഈ കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ കാര്യമാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ കാര്യത്തിൽ അന്ന് തന്നെ 94-ലുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് പിന്നീട് നായനാർ സർക്കാർ വരികയും അന്വേഷണ കമ്മീഷൻ മാധവൻ നായർ എന്ന് പറയുന്ന ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയും അങ്ങനെ ഇക്കാര്യത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് പിന്നീട് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന് കേസെടുത്ത് 2 പേർ ഹക്കീം ബത്തേരിയും MV രാഘവനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു. അന്ന് പത്രങ്ങളിൽ 1/2 പേജ് പരസ്യം അന്ന് സർക്കാർ കൊടുത്തിരുന്നു. ആ പരസ്യത്തിൽ റവാഡയുടെ ഈ വെടിവെപ്പിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതായിരുന്നു ആ പത്രപരസ്യം. അതിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്തം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിൽ ഈ റവാഡയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വെടിവെക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കിയത് ASP RA ചന്ദ്രശേഖർ ആയിരുന്നു. വെടിവെപ്പിൻ്റെ കാര്യത്തിൽ അതിന് തുനിയണമോ വേണ്ടായോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ്. ഈ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകുകയും ചെയ്തു. ASP എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഉത്തരവ് നടപ്പാക്കുകയാണ് ചെയ്തത്. ASP എന്ന് പറഞ്ഞാൽ റവാഡ നടപ്പാക്കുകയാണ് ചെയ്തത്. സംഭവത്തിന് 2 ദിവസം മുമ്പ് ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP. അതായത് അദ്ദേഹത്തെ രക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ കൊടുക്കുന്നത്. അതായത് സംഭവത്തിന് 2 ദിവസം മുമ്പ് മാത്രം ചുമതലയേറ്റ വളരെ പരിചയം കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം.
എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ്. ഇത് കമ്മീഷൻ റിപ്പോർട്ടിലുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഉത്തരവാദിത്തം ഏറ്റുവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നാണ് മാധവൻ നായരല്ല, പത്മനാഭൻ നായർ കമ്മീഷൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് അന്ന് മുതൽ തന്നെ ഇദ്ദേഹത്തിനെ കമ്മീഷൻ വരെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. പിന്നെ 2012 ഹൈക്കോടതിയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. പക്ഷേ കോടതിയിൽ ഇദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. റവാഡ കൊടുത്ത മൊഴിയിൽ MV ജയരാജൻ്റെ പേര്, പനോളി വത്സൻ്റെ പേരൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് MV രാഘവനെ ഞങ്ങൾ വെറുതെ വിടില്ല, മന്ത്രി TN രാമകൃഷ്ണനെ ഞങ്ങൾ വെറുതെ വിടും എന്ന് പറയുകയും ചെയ്തു എന്ന് DYFIക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊഴി അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ DYFIക്കാരൊക്കെ വല്ലാതെ കുപിതരായിരുന്നു എന്നുള്ളത് വസ്തുത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുത്തുപറമ്പ് വെടിവെപ്പിൽ ഹക്കീം ബത്തേരിയുടെ പേര് പറയുമ്പോഴും MV രാഘവൻ്റെ പേര് പറയുമ്പോഴൊന്നും റവാഡ ചന്ദ്രശേഖരൻ്റെ പേര് അങ്ങനെയൊന്നും വല്ലാതെ പരാമർശിക്കാറില്ല. പക്ഷേ ഇന്ന് P ജയരാജൻ പാലക്കാട് വെച്ചാന്ന് തോന്നുന്നു അല്ലേ, പാലക്കാട് വെച്ച്, അതായത് കേരളത്തിൽ ഒരു പുതിയ DGPയെ നിയമിച്ചു കഴിഞ്ഞാൽ CPM സംസ്ഥാന സമിതി അംഗം പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ് P ജയരാജൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിച്ചത്? ഈ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതിൻ്റെ ഉദ്ദേശമാണ്. അദ്ദേഹം ഇതിലൊരു എതിർപ്പും വാക്കാൽ അവിടെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ചില ഒളിയമ്പുകൾ, ഇങ്ങനെ കുത്തുപറമ്പ് വെടിവെപ്പിൽ ഇയാളുണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം എന്നുള്ളൊരു പറച്ചിൽ മാത്രമാണത്. അപ്പം അങ്ങനെ P ജയരാജൻ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. അത് ഇപ്പോഴും ഈ P ജയരാജൻ പറഞ്ഞാൽ കൂത്തുപറമ്പ് സ്വദേശിയാണ്, അദ്ദേഹം ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും വൈകാരികമായ ഒരു വിഷയമാണിത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക, പകയോ ഒരു വിഷമമൊക്കെ അയാളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം DGP ആവുന്നതിൻ്റെ ഒരു സങ്കടമായി പറയാതെ എന്നാൽ പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഇദ്ദേഹത്തെ CPM നേതാക്കൾ അങ്ങനെ വലിയൊരു കുറ്റവാളി, കുത്തുപറമ്പ് വെടിവെപ്പിനുമില്ല വലിയൊരു കുറ്റവാളിയായി CPM നേതാക്കൾ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് DGP നിയമനത്തിൽ CPMനെതിരെ വാളോങ്ങുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിലവിലൊരവസ്ഥയിൽ ഇദ്ദേഹവുമായി സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. യെസ്, എന്തായാലും റവാഡയുടെ നിയമനത്തിൽ കുത്തുപറമ്പ് വെടിവെപ്പ് അത് വലിയ രീതിയിൽ വലിച്ചിഴക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അത് CPM മറന്നുവെങ്കിൽ അത് ഓർമ്മിപ്പിക്കുകയാണ് P ജയരാജൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ അഴിച്ചുപണിയോ വിവാദങ്ങളോ ഒന്നുമില്ലാതെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി നിയമനം നടത്താൻ കഴിഞ്ഞു എന്നതിൽ സർക്കാരിന് ആശ്വസിക്കാം.